സുഭാഷിതം. ഇനി കാലമുണ്ടാകയില്ല. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. കാഹളം പിടിച്ചിരുന്ന ദൂതന്മാർ ഓരോരുത്തരായി 6 കാഹളങ്ങൾ ഊതി. അവസാനത്തെ 7-ാം കാഹളം ഊതുന്നതിന് മുമ്പായി യോഹന്നാന് നിരവധി ദർശനങ്ങൾ ലഭിക്കുന്നു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഒരു ദൂതനെ യോഹന്നാൻ കാണുന്നു. ആ ദൂതൻ വലങ്കൈ ആകാശത്തേക്കുയർത്തി പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. And he swore by him who lives forever and ever, who created the heavens and all that is in them, the earth and all that is in it, and the sea and all that is in it, and said, there will be no more delay. ദൂതൻ ഇനി താമസമുണ്ടാകുകയില്ല എന്ന് സത്യം ചെയ്തു പറയുന്നു. മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾക്ക് ഇനി താമസമുണ്ടാകുകയില്ല എന്നർത്ഥം. യേശു കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്നു. അതിനുശേഷം ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ 10-ാം അധ്യായത്തിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപായി സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. സഭയുടെ ഉൽപ്രാപണത്തിനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. യേശു കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടാണ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു കർത്താവിൽ വിശ്വസിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. ആദിമ മാതാപിതാക്കന്മാരായിരുന്ന ആദാമും ഹൗവായും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയത് കൊണ്ട് പാപവും പാപത്തിന്റെ ഫലമായ മരണവും ലോകത്തിൽ കടന്നു. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. യോഹന്നാൻ 3:16 എഴുതിയിരിക്കുന്നത് പോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. യേശു കർത്താവ് കുരിശിൽ തന്റെ ജീവൻ അർപ്പിച്ച് രക്തം ചൊരിഞ്ഞത് എന്റെ പാപത്തിനും വേണ്ടി ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നെ പോലെ വിശ്വസിച്ച എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീർന്നു എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ആരെങ്കിലും ഇനിയും രക്ഷിക്കപ്പെടുവാനുണ്ടെങ്കിൽ അവരും കൂടെ മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതുകൊണ്ട് ഇന്ന് വരെ കർത്താവ് വന്നിട്ടില്ല. എപ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. കർത്താവ് ഏത് ദിവസം വരുന്നു എന്ന് നാം അറിയായക കൊണ്ട് എപ്പോഴും ഉണർന്നും ഒരുങ്ങിയിരിപ്പാൻ പറഞ്ഞിരിക്കുന്നു. ഇനി അധിക കാലം ഉണ്ടാകയില്ല. കർത്താവിന്റെ ശരീരമാകുന്ന സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചിന്തിച്ചു വരുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് നശിച്ചു പോകാതെ ഇരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വേഗം വരാമെന്നരുളി സ്വർഗ്ഗേ പോയവൻ, വേഗം വരാമെന്നരുളി സ്വർഗ്ഗേ പോയവൻ, വേഗം വരുമാ പ്രിയനെ കാൺമാൻ, വേഗം വരുമാ പ്രിയനെ കാൺമാൻ. കാത്തിരിക്കും വിശുദ്ധരെല്ലാം പറന്നു പറന്നുയർന്നിടും, കാത്തിരിക്കും വിശുദ്ധരെല്ലാം പറന്നു പറന്നുയർന്നിടും. ഈ മരുവിൽ ചാരുവാൻ യേശുമാർവെനിക്ക്